ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ട്യൂട്ടർ. ഹോം ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെഡ്യൂൾ പാർട്ട് 3 ആണ് നോക്കുന്നത്. പാർട്ട് 2 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പാർട്ട് 1 and 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 3 ആണ്. ഷെഡ്യൂൾ ക്യൂ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഷെഡ്യൂൾ ക്യൂ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോൾ ടാസ്ക് കളേഴ്സ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ്, സോപ്പ്, അതേപോലെയുള്ള പെർഫ്യൂംസ്, അതിനൊക്കെ ഉപയോഗിക്കുന്ന ലിസ്റ്റ് ഓഫ് കോൾ ടാസ്ക് ആൻഡ് കളേഴ്സാണ് ഷെഡ്യൂൾ ക്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ലിസ്റ്റ്, പിഗ്മെൻറ്റ്സ്, കളേഴ്സ്, അതിൻ്റെയൊക്കെ ലിസ്റ്റാണ് ഷെഡ്യൂൾ ക്യൂവിൽ. നെക്സ്റ്റ് ഷെഡ്യൂൾ 6 ആണ്. ഷെഡ്യൂൾ 6ൽ സ്റ്റാൻഡേർഡ് ഫോർ മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് കോണ്ടംസ്, അതായത് മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടുള്ള കോപ്പർട്ടി പോലെയുള്ള കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ്, അതേപോലെ കോണ്ടംസ്, അതൊക്കെ വരുന്നതാണ് ഷെഡ്യൂൾ 6. ഇനി ഷെഡ്യൂൾ എസ് ആണ്. ഷെഡ്യൂൾ എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്മെറ്റിക്സ്, അതായത് കോസ്മെറ്റിക്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് പറയുന്നതാണ് ഷെഡ്യൂൾ എസ് ഫോർ കോസ്മെറ്റിക്സ് എന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ് ഷെഡ്യൂൾ ടി ആണ്. റിക്വയർമെൻറ്റ് ഓഫ് ഫാക്ടറി പ്രെമിസസ് ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ഫോർ ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻ. അതായത് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി മെഡിസിന് അതിൻ്റെ ഹൈജീനിക് കണ്ടീഷൻസും അതേപോലെ തന്നെ അതിന് വേണ്ട ഫാക്ടറി പ്രെമിസസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ടി എന്ന് പറയുന്നത്. എന്താണ് ഷെഡ്യൂൾ ടി എന്ന് പറഞ്ഞാൽ? ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻ്റെ ഹൈജീനിക് കണ്ടീഷൻസും അതേപോലെ തന്നെ അതിന് വേണ്ട ഫാക്ടറി പ്രെമിസസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ടി. അപ്പോൾ ഷെഡ്യൂൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഷെഡ്യൂൾ ക്യൂ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കോൾ ടാസ്ക് ആൻഡ് കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതാണ് ഷെഡ്യൂൾ ക്യൂ. ദെൻ ഷെഡ്യൂൾ 6 ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇനി അതേപോലെ കോണ്ടം. ദെൻ ഷെഡ്യൂൾ എസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്മെറ്റിക്സ്. ദെൻ ഷെഡ്യൂൾ ടി ആണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് ഫാക്ടറി പ്രെമിസസ് ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ഫോർ ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻ. നെക്സ്റ്റ് ഷെഡ്യൂൾ യു ആണ്. യു എന്ന് പറയുമ്പോൾ പർട്ടിക്കുലേഴ്സ് ഷോൺ ഇൻ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽസ് ആൻഡ് അനാലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് ഡ്രഗ്. അതായത് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതേപോലെ ഏതൊക്കെ ഡ്രഗ് ആണെന്നുള്ളതിൻ്റെ അനാലിറ്റിക്കൽ റെക്കോർഡ്സ്, അതൊക്കെ കവർ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ യു. നെക്സ്റ്റ് ഷെഡ്യൂൾ U1 എന്ന് പറയുമ്പോൾ പർട്ടിക്കുലേഴ്സ് ഷോൺ ഇൻ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽസ് ആൻഡ് അനാലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് കോസ്മെറ്റിക്സ്. നമ്മൾ യു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനാലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് ഡ്രഗ് ആയിരുന്നു. ഇത് അനാലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് കോസ്മെറ്റിക്സ്, അതായത് കോസ്മെറ്റിക്സിന് ആവശ്യമായിട്ടുള്ള, കോസ്മെറ്റിക്സിന് മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതേപോലെയുള്ള ഡ്രഗ്സിൻ്റെ അനാലിറ്റിക്കൽ റെക്കോർഡ്സ് വരുന്നതാണ് U1. ഇപ്പോൾ യു എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സ് മാത്രമാണ് പറയുന്നത്. U1 എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക്സ്. നെക്സ്റ്റ് ഷെഡ്യൂൾ വി ആണ്. ഷെഡ്യൂൾ വി സ്റ്റാൻഡേർഡ് ഫോർ പാറ്റൻറ്റ് ആൻഡ് പ്രൊപ്രിയേറ്ററി മെഡിസിൻ. അതായത് സ്റ്റാൻഡേർഡ് ഫോർ പാറ്റൻറ്റ് ആൻഡ് പ്രൊപ്രിയേറ്ററി മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രഗിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനായിരിക്കും. ഈച്ച് ഇൻഡിവിജ്വലിനാണ് നമ്മുടെ അണ്ടർ കൺട്രോൾ വരുന്നത്. ഓരോ പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് പാറ്റൻറ്റ് ആൻഡ് പ്രൊപ്രിയേറ്ററി മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ U1 ആൻഡ് വി ആണ് പറഞ്ഞത്. യു എന്ന് പറയുമ്പോൾ എന്താണ്? യു എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലേഴ്സ് ഷോൺ ഇൻ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽസ് ആൻഡ് അനാലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് ഡ്രഗിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ റോ മെറ്റീരിയൽസും അതിൻ്റെ അനാലിറ്റിക്കൽ റെക്കോർഡ്സും വരുന്നത് U1 ആണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ അനാലിറ്റിക്കൽ റെക്കോർഡ്സും റോ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റും വരുന്നത് U1. ഇനി വിയിൽ പറയുന്നത് പാറ്റൻറ്റ് ആൻഡ് പ്രൊപ്രിയേറ്ററി മെഡിസിൻ, അതായത് ഓരോ പേഴ്സണലൈസ് ആയിട്ടുള്ള ഓരോ പേഴ്സണിനായിരിക്കും അതിൻ്റെ അണ്ടർ കൺട്രോൾ അതല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് വിയിൽ വരുന്നത്. നെക്സ്റ്റ് W ആണ്. W ലിസ്റ്റ് ഓഫ് ഡ്രഗ് വിച്ച് ഈസ് ടു ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ് ഓൺലി. അതായത് നമുക്ക് ജനറിക് നെയിംസിൽ മാത്രമേ ഉള്ളൂ ഈ ഷെഡ്യൂൾ Wയിൽ വരുന്ന മെഡിസിൻസ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഷെഡ്യൂൾ എക്സ് ആണ്. ലിസ്റ്റ് ഓഫ് ഡ്രഗ് ഹൂസ് ഇമ്പോർട്ട്, മാനുഫാക്ചർ ആൻഡ് സെയിൽ, ലാബലിംഗ് ആൻഡ് പാക്കേജിംഗ് ആർ ഗവേൺഡ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ. അതായത് ഷെഡ്യൂൾ എക്സിൽ വരുന്ന മെഡിസിൻ്റെ മാനുഫാക്ചറിങ്, സെയിൽ, അതേപോലെ അതിൻ്റെ ലാബലിങ്, പാക്കേജിങ് ആർ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ അണ്ടർ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒക്കെ ഷെഡ്യൂൾ എക്സിൽ വരുന്നതാണ്. അതെന്ന് വെച്ചാൽ ഹാബിറ്റ് ഫോമിങ് ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൺട്രോളിൽ മാത്രമേ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതേപോലെയുള്ള ഡ്രഗ്സൊക്കെയാണ് എന്തിൽ വരുന്നത്, ഷെഡ്യൂൾ എക്സിൽ വരുന്നത്. അത് നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ XRX എന്നാണ് അതിൻ്റെ ലാബലിങ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ലാബലിങ് XRX എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ അതിൻ്റെ ലാബലിങ് എന്ന് പറയുമ്പം എന്താണ്, മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൺട്രോളിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ലാബലിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ വൈ ആണ്. ഷെഡ്യൂൾ വൈ റിക്വയർമെൻറ്റ് ആൻഡ് ഗൈഡ് ലൈൻ ഓൺ ക്ലിനിക്കൽ ട്രയൽസ് ഫോർ ഇമ്പോർട്ടൻ്റ് മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സ്. അതായത് ഒരു പുതിയ ഡ്രഗിൻ്റെ മാനുഫാക്ചറിങ്, അതിന് വേണ്ട ഗൈഡ് ലൈൻസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഷെഡ്യൂൾ വൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. WXY. W എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡ്രഗ് വിച്ച് ഈസ് ടു ബി മാർക്കറ്റഡ് അണ്ടർ ജനറിക് നെയിംസ്. അതായത് ബ്രാൻഡ് നെയിംസും ഉണ്ടാവും, ജനറിക് നെയിംസും ഉണ്ടാവും അല്ലേ. അതിനകത്ത് ജനറിക് നെയിംസ് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ജനറിക് നെയിമിൽ മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സാണ് ഷെഡ്യൂൾ ഡബ്ല്യൂവിൽ വരുന്നത്. ഷെഡ്യൂൾ എക്സിൽ വരുന്നത് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പോലെയുള്ള സ്പെഷ്യൽ പ്രൊവിഷനിൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സാണ് ഷെഡ്യൂൾ എക്സിൽ വരുന്നത്. ഷെഡ്യൂൾ വൈയിൽ വരുന്നത് റിക്വയർമെൻറ്റ് ആൻഡ് ഗൈഡ് ലൈൻ ഓൺ ക്ലിനിക്കൽ ട്രയൽസ് ഫോർ ഇമ്പോർട്ടൻറ്റ് മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സ്. ഒരു പുതുതായിട്ട് ഉണ്ടാകുന്ന ഡ്രഗ്സിൻ്റെ ഗൈഡ് ലൈൻസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾ വൈ.